കൃഷ്ണ, ഇതെന്ത് കോലവാടി? നീ എന്താ ഇങ്ങനെ കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി? നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? ഞങ്ങളെല്ലാം ഇല്ലേടി നിന്റെ കൂടെ. പിന്നെന്തിനാ? നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും കൃഷ്ണ. എല്ലാം ശരിയാവോടി. ശരിയാവുമെന്ന്? എന്ത് ശരിയാവുമെന്ന്? എങ്ങനെ ശരിയാവുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. ഇപ്പം ഒരു പ്രതീക്ഷയുമില്ല കൃഷ്ണ. നിങ്ങൾക്കറിയോ, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സന്തോഷം എന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചവളാ ഞാൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ, നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഞാനും ആഗ്രഹിച്ചു പോയി എല്ലാവരും പോലെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കൊച്ചു ജീവിതം. പക്ഷെ കൃഷ്ണ മോളെ, നീ ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ സംസാരിക്കല്ലേടി. ശരിക്കും പറഞ്ഞ എല്ലാം നഷ്ടപ്പെട്ടവളല്ലേ ചേച്ചി ഞാൻ. ഓർമ്മ വെക്കും മുമ്പേ അമ്മ പോയി. അച്ഛനാണെങ്കിൽ കണ്ണു നിറച്ചത് കാണാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ നിങ്ങളൊക്കെ പപ്പയെടുത്ത് ചിരിക്കുകയും കളിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഞാനും കൊതിക്കാറുണ്ട് ചേച്ചി, എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ആ മടിയിലൊന്ന് തല ചായ്ച്ചുറങ്ങാനുള്ള യോഗം പോലും ഇല്ലാണ്ടായിപ്പോയില്ലേ ചേച്ചി എനിക്ക്. അത്രയ്ക്ക് ഭാഗ്യം കിട്ടവളല്ലേ ഞാൻ. പിന്നെ ഒരിക്കലും സ്വന്തമാകില്ലെന്ന് ഉറപ്പുള്ള കുറേ ഇഷ്ടങ്ങൾ, അതെല്ലാം എല്ലാം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ ചേച്ചി, ഒറ്റയ്ക്ക്. കൃഷ്ണ, എന്നെ പോലെ ഇത്രയും ഗതികെട്ടവള് ഈ ലോകത്ത് വേറെ ആരും കാണത്തില്ല. ഈ നശിച്ച ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ പലവട്ടവും ചിന്തിച്ചതാ. പക്ഷെ അതിനുള്ള ധൈര്യം പോലും ഈശ്വരന്മാർ എനിക്ക് തന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. വെറുതെ പോലും അങ്ങനൊന്നും ചിന്തിച്ചേക്കല്ലേ. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. നീ ഒന്ന് സമാധാനപ്പെടടി, എല്ലാം ശരിയാവും. കൊച്ചു ശരിക്കും പേടിച്ചാണോ അല്ലേ? പേടിച്ചോന്നോ? അവളുടെ അപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾ വരെ ഭയന്നു പോയി. ഇച്ചായനെ അറിയാലോ അവൾ ഏതവസ്ഥയിലാണ് ഇവിടെ എത്തിയെന്ന്. ഞാൻ ഒരു നിമിഷം അതോർത്തുപോയി. ഇനി വീണ്ടും പഴയ പോലെ അവള്. എന്തോ ഭാഗ്യത്തിനാ ഇവിടെ ആ സമയം വിച്ചു മിത്തും ഉണ്ടായിരുന്നത്. വിച്ചൂടി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുക. അപ്പോഴത്തെ അവളുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ശരിക്കും വിചാരിച്ചതാ അവള് കൈവിട്ടു പോയിന്ന്. അവനെ ഇനിയും ഇങ്ങനെ വെറുതെ വിട്ടാ ശരിയാവത്തില്ല. ആ പന്നപ്പരനാറി ഒതുങ്ങുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും നാൾ ഒന്നും ചെയ്യാണ്ട് അടങ്ങിയിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അവനെ പോലുള്ള പരമ ചെറ്റയൊന്നും വെറുതെ വിടരുത് ചായ. അവൾ അനുഭവിച്ച ഓരോ വേദനയും അതിൻ്റെ ഇരട്ടിയായിട്ട് അവനും അനുഭവിക്കണം. എങ്കിലേ വേണം, അവനും അനുഭവിക്കണം. അവളെ സമ്മതിക്കണം അല്ലേടോ. ഈ ചെറുപ്രായത്തിലെ ആ പാവം പിടിച്ച കൊച്ച് എന്തൊക്കെയാ അനുഭവിച്ചു കൂട്ടിയത്. നമ്മുടെ മിത്തിന് വേണ്ടിയിട്ട് ജാൻവിയെ ആലോചിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് അവളെ അവന് വേണ്ടിയിട്ട് നോക്കാമായിരുന്നല്ലേ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? അതെങ്ങനെ ശരിയാവും? അവന് വിധിച്ചത് നമ്മുടെ ജാൻവി തന്നെ. അവള് മതി. ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ വെറുതെ ഒന്നും പറയണ്ട. അല്ലെങ്കിലും ഇത്രയും പ്രശ്നമൊക്കെ ഉള്ളൊരു കുട്ടിയെ എങ്ങനെ അവന്റെ ലൈഫിലേക്ക് നമ്മൾ അറിഞ്ഞു വെച്ചോണ്ട്. സീത, താൻ എന്തുവായി പറയുന്നേ? കുറച്ച് മുൻപ് വരെ താൻ ഇങ്ങനൊന്നും അല്ലല്ലോ കൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ടിപ്പം ഇച്ചായ, എനിക്ക് അവളെ ഇഷ്ടമാണ്. അവള് വിഷമിക്കുന്ന കാണുമ്പോൾ എനിക്കും സങ്കടം വരാറുണ്ട്. എല്ലാരെ പോലെ അവൾക്കും നല്ലൊരു ജീവിതം വേണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നും പറഞ്ഞ് എങ്ങനെ ചായ എല്ലാം അറിഞ്ഞു വെച്ചോണ്ട് മിത്തിന്റെ ലൈഫിലേക്ക് അവളെ. അതൊന്നും ശരിയാവത്തില്ല. എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മകന്റെ ലൈഫ് വെച്ച് കളിക്കാൻ ഞാൻ തയ്യാറല്ല. അവന് നമ്മുടെ ജാൻവി മതി. ഞാൻ ചേച്ചിക്ക് വാക്ക് കൊടുത്തതാ. താൻ പറഞ്ഞത് ശരിയാ.
എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ എല്ലാ അമ്മമാരും സ്വാർത്ഥരാ അല്ലേ? അതങ്ങനാണ് ചായ. അതിപ്പം ആരുടെയും കുറ്റമല്ല. സ്വന്തം മക്കളുടെ സന്തോഷവും നന്മയും മാത്രമേ ഏതൊരമ്മ ആഗ്രഹിക്കാറുള്ളൂ. മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അമ്മയുടെ ആദി അല്ലേ? അതിൽ തെറ്റില്ലല്ലോ ചായ. ഒരിക്കലും ഇല്ല. ഹാ പിന്നെ ഇച്ചായ, അവരുടെ കാര്യം ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട. നമുക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ? ഞാനും അത് വിചാരിച്ചതാ. പക്ഷെ അവളല്ലേ പറഞ്ഞത് അവള് തന്നെ അവനോട് സംസാരിക്കാന്ന്? ഓ, അങ്ങനൊരു കാര്യമുണ്ടല്ലേ. ഞാനതങ്ങ് മറന്നു. എന്തുവാ മറന്നേ? ഞാൻ ഓർമ്മിപ്പിക്കണോ? അകത്തേക്ക് വരാവോ? ജാൻവി, എന്തുവാടി? വാ. രണ്ടുപേരും കാര്യമായിട്ട് എന്തോ വലിയ ചർച്ചയിലായിരുന്നു തോന്നുന്നു. അതോ? അത് നമ്മുടെ ഒന്നുമില്ല മോളെ, ചുമ്മാ ഞങ്ങളിങ്ങനെ ഓരോന്ന്. രണ്ടെണ്ണം കാര്യമായിട്ട് എന്തോ മറക്കുന്നുണ്ടല്ലോ. കണ്ടുപിടിക്കാം, സമയമുണ്ടല്ലോ. എന്താ നിനക്ക് കിടക്കാറായില്ലേ? ഉറക്കം വന്നില്ല ആൻറ്റി. അപ്പ കരുതി ഇവിടെ വന്ന് നിങ്ങളുടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്ന്. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാനൊന്ന് ഫ്രഷ് അയച്ചു വരാം. ഓക്കെ അങ്കിൾ. ആൻറ്റി, മിത്തിനി എന്നാ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോണ്ടേ? ഹോസ്പിറ്റലോ? എന്നാത്തിന്? ഇവിടെ കൃഷ്ണയില്ലേ? അല്ല ആൻറ്റി, ഇനി ഹോസ്പിറ്റൽ വരെ പോവാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെങ്കിൽ ഞാൻ കൂടെ പോവാം. അല്ലാതെ കൃഷ്ണ നോക്കിയാൽ അത് നിന്റെ ടെൻഷൻ എനിക്ക് മനസ്സിലായി. പക്ഷെ അവൻ ഹോസ്പിറ്റലിൽ പോയാലും അവളെ തന്നെയല്ലേ കാണിക്കേണ്ടത്, പിന്നെന്നാത്തിനാ? അതല്ല ആൻറ്റി, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു നല്ല ജാൻവി. എന്താ ആൻറ്റി, നിനക്ക് കൃഷ്ണയോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഹേയ് ഇല്ല. ആൻറ്റി എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിനക്ക് അവളെ ഒരു വിശ്വാസമില്ലാത്ത പോലെ. ഹേയ് അങ്ങനൊന്നുമില്ല ആൻറ്റി. ഞാനത് എന്തായാലും തൽക്കാലം ഇപ്പം വേറെ ആളുടെ ആവശ്യമില്ല, കൃഷ്ണ മതി. ആ, ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാനെന്തായാലും നിന്നെ ഒന്ന് കാണാതിരിക്കുമായിരുന്നു. നീ എപ്പോഴാ നിങ്ങളുടെ കാര്യം അവനോട് സംസാരിക്കാൻ പോന്നേ? അതാൻറ്റി, അതിനു പറ്റിയൊരു സാഹചര്യം കിട്ടാണ്ടെങ്ങനാ? നീ ഇങ്ങനെ സാഹചര്യം നോക്കിയിരുന്നോ? അവസാനം പിന്നെ എൻ്റെ പൊന്നാൻറ്റി ഇങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. ഞാൻ അവനോട് പതുക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പറയാൻ നോക്ക് നീ ആൻറ്റി. റാം, ഹാ കഴിക്കാനെടുക്കും. ആരാ വന്നത്? അറിയില്ല സിദ്ധു. ആരാ? മനസ്സിലായില്ല. എന്താ മിസ്റ്റർ സിദ്ധാർത്ഥ്, പ്രായമാവും തോറും കാഴ്ചക്കുറവുണ്ടോ? ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാട്ടോ. സാറുമാരെന്താ എന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വന്നതാണോ? ഞാനതിനുള്ള ആളല്ല, പക്ഷെ തന്നെ കിടത്തി ഫുൾ ബോഡി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ആളെ പുറകെ ഇങ്ങ് വരും. താനൊന്ന് സമാധാനപ്പെട്. ഇപ്പം വി ആർ ഫ്രം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. ഞങ്ങൾക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല. ഇതിപ്പോ എന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാണ്ട്? താൻ കേട്ടിട്ടില്ലേ മിസ്റ്റർ സിദ്ധാർത്ഥ്, കൊടുങ്കാറ്റ് വരുമ്പോ മുന്നറിയിപ്പ് തന്നിട്ടാണോ വരാറ്? അല്ലല്ലോ. പിന്നെ ഇത് താനായിട്ട് വിളിച്ചു വരുത്തിയതാ. അപ്പൊ പിന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചോ? പിന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനൊരു ചടങ്ങ് നടക്കുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചാ, മിസ്റ്റർ സിദ്ധാർത്ഥ്, നിങ്ങളുടെ ഇതുവരെ കംപ്ലീറ്റ് ആവാത്ത ന്യൂ പ്രോജക്റ്റ് ആയ
ഷോപ്പിംഗ് കോംപ്ലക്സ്, തിയേറ്റർ, കഫേ, എക്സെട്ര എക്സെട്ര, അതിനെല്ലാം തന്നെ ഏകദേശം ഒരു 8 കോടി രൂപയോളം നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ താങ്കൾ ഏകദേശം എത്ര കോടി രൂപ ചെലവാക്കും? സോ ഞങ്ങൾക്ക് അതിന്റെ സോഴ്സ് അറിയണം മിസ്റ്റർ സിദ്ധാർത്ഥ്. അതുകൊണ്ടൊരു പ്രശ്നത്തിന് നിൽക്കാണ്ട് സഹകരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നെന്നും പറഞ്ഞിട്ട്. ഇതല്ല, ഇതിനപ്പുറം ഇതിലും വലുത് കണ്ടവനാ ഈ സിദ്ധാർത്ഥ്. എന്നോടാണോ നിന്റെ? ഞങ്ങളുടെ ഡ്യൂട്ടി കഴിയുന്നത് വരെ നോ ഇൻകമിങ്, നോ ഔട്ട് ഗോയിങ്. സോ ആ മൂലെല്ലാം കാണാൻ പോയി മാറിയിക്കാൻ നോക്കുത്താൻ ചെല. പെട്ടില്ല, പെടാൻ സമയമുണ്ട്, പെടുത്താന്നേ. Come on, search. ഇതിപ്പോ ഒരു പൊട്ടും പൊടിയും പോലും ഇല്ലാണ്ട് എല്ലാം തൂത്തുവാരുവാണല്ലോ. സൂപ്പർ. സർ, ഇവിടെ സൈൻ. സിധു, നീ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നോക്കി നിൽക്കല്ലേ, എന്തായാലും ഒന്ന് ചെയ്യടാ. ഞാൻ അവനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി കുറെ നേരം കൊണ്ട് ട്രൈ ചെയ്യുവോ, അവനൊന്ന് നോക്കണ്ടേ? നീ ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരുന്നോ? ശരീരം അനങ്ങാണ്ട് വല്ലവന്റെ മുതൽ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സാമ്രാജ്യം മൊത്തം അവന്മാര് വാരിക്കോരിക്കൊണ്ട് പോവും. അല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. സർ, ഓ ഇവൻ സർ. എന്താ സിദ്ധാർത്ഥ്? അത് സർ, താങ്കൾ പറഞ്ഞാൽ മതി എങ്ങനെയാ കാണണ്ടേന്ന്. കാണേണ്ട രീതി ഞാൻ കാണാം. അത് തനിക്കൊരു ബുദ്ധിമുട്ടാവത്തില്ലേ? ഏയ്, സിദ്ധുവിനൊരു ബുദ്ധിമുട്ടില്ല. ആണോ? പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടാണെങ്കിലോ? അല്ല ഡോ, താനിപ്പോ എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്തതിന് തന്നെ പിടിച്ച് അകത്തിടാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. പിന്നെ ഇതിലും വലുതാ തനിക്ക് വരാൻ പോകുന്നത്. അപ്പം പിന്നെ എന്നാത്തിനാ ഈ ചെറിയൊരു കാര്യത്തിന്? അതാ ഞാൻ. പിന്നെ ഇതിന്റെയൊക്കെ സോഴ്സ് തെളിയിക്കുന്ന പ്രൂഫുമായിട്ട് അങ്ങ് വന്നേക്കണം ഞങ്ങളുടെ പിന്നാലെ. പറഞ്ഞ കേട്ടോ? ഡാ കൊച്ചനെ, ആരുടെ മുമ്പിൽ നിന്നാ ഇങ്ങനെ സംസാരിക്കുന്നുള്ള ബോധം നിനക്ക് വേണം. നീ ചെന്ന് നിന്റെ കൂടുള്ളവന്മാർക്ക് തിരക്കിയാ മതി ഈ സിദ്ധാർത്ഥ ആരാന്ന്. പിന്നെ ഈ ചോരത്തിളപ്പൊക്കെ ഈ പ്രായത്തിലുള്ള എല്ലാവന്മാർക്കും ഉള്ളതാ. അത് കുറെ കണ്ടിട്ടുമുണ്ട്, തീർത്ത് കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് എന്റെ നേർക്ക് നിന്ന് സംസാരിക്കുമ്പം സൂക്ഷിച്ചും കൊണ്ടും സംസാരിച്ചാൽ നിനക്ക് കൊള്ളാം. ജീവനോടെ തിരിച്ച് വീട്ടിൽ ചെന്നേക്കാന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടല്ല ആൻഡോ ഈ പണിക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാൻ നോക്കല്ലേ. പറഞ്ഞതങ്ങ് കേട്ടാ മതി. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇനിയും കാണാനുള്ളതല്ലേ? പിന്നെ ഉറപ്പായിട്ട് നിന്നെ ഒന്ന് കാണണം. കാണണം, കാണണമല്ലോ. ശരിയെങ്കിൽ സിദ്ധു, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകുന്നതിന് മുമ്പ് നീ ആ മാധവനെ ഒന്ന് വിളിക്ക്.
ഹലോ ഹലോ മാധവ, എടാ പന പുന്നാര മോനെ, നീ അതിനകത്ത് എന്തോ തേങ്ങ തുരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഹലോ സിദ്ധു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതെന്തൊക്കെയാ പറയുന്നേ? നിനക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നീ എന്താ പൊട്ടം കളിക്കുവാണോ? ഓരോ വട്ടം എൻ്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങുന്നതിന് ഒരല്പം നന്ദിയെങ്കിലും നിനക്കൊക്കെ കാണിക്കാലോടാ. സിദ്ധു, നീ ഇങ്ങനെ ദേഷ്യപ്പെടാണ്ട് കാര്യം എന്താന്ന് പറ. കാര്യം പറയണോ? ദാ നിന്റെയൊക്കെ മറ്റവന്മാർ ഇവിടുന്ന് എടുത്തിട്ട് പോയ സർവ്വതും അരമണിക്കൂറിനുള്ളിൽ തിരികെ ഇവിടെ എത്തിയില്ലെങ്കിൽ ഡാ സിദ്ധു, എൻ്റെ പൊന്നു മാധവ, നിനക്കെന്നെ അറിയാലോ. ഞാൻ തുനിഞ്ഞങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാ നിന്റെ ഓരോത്തിൻ്റെയും കുടുംബത്ത് കയറി നിരങ്ങും. ഡാ നീ എന്തായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് ആരും അങ്ങോട്ട് വന്നിട്ടില്ല. അഥവാ അങ്ങനെ ആരെങ്കിലും റെയ്ഡ് എന്നും പറഞ്ഞ് അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ നിന്നെ ഇൻഫോം ചെയ്യില്ലേ? അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നേ? നിന്റെ അറിവിൽ അവിടുന്ന് ആരും ഇവിടെ വന്നിട്ടില്ലേ? ഇല്ലടാ, നീ ഒന്ന് വിശ്വസിക്ക്. നീ എന്താ മാധവ പൊട്ടം കളിക്കാന്നോ? അവിടുന്ന് ആരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് ഇത്രയും ഷോ ഇറക്കി കണ്ടതെല്ലാം വാരിക്കൂട്ടിക്കൊണ്ട് പോയത് പിന്നെ ഏതും മറ്റവനോ? അവിടെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പു തരാം, ഇവിടുന്ന് ആരും വന്നിട്ടില്ല. വന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ഇതെല്ലാം എനിക്കറിയില്ല സിദ്ധു. പക്ഷെ എനിക്ക് തോന്നുന്നത് നിനക്കിത് വേറെ ആരോ അറിഞ്ഞു തന്ന പണിയാണെന്നാ. അങ്ങനാണേ ഇത് ചെയ്തതും ചെയ്യിപ്പിച്ചതും ഏതവന്മാരായാലും അവനൊന്നും ഈ സിദ്ധാർത്ഥ് വെറുതെ വിടാൻ പോണില്ല. നീ എന്തായാലും ഒന്ന് റിലാക്സ് ആവ്. നമുക്ക് ആരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചിരിക്കും. അവന്മാരെ എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാ തുണ്ടം വെട്ടി ഞുറുക്കിയിരിക്കും ഈ സിദ്ധാർത്ഥ്. നീ വെറുതെ തമാശ പറയല്ലേ. അതിനാദ്യം അവൻ നേരെ ചവന് നിവർന്ന് നിൽക്കണ്ടേ. അത് ശരിയാ. പക്ഷേ നീ അയാളെ അത്ര നിസ്സാരക്കാരനായിട്ട് കാണണ്ട. അവനെ കുറിച്ച് അറിഞ്ഞിടത്തോളം ആ പന്ന നാറി പരമ തെറ്റാ. എന്ത് ചെറ്റത്തരം കാണിക്കാനും അവൻ ഒരു കൂസലുമില്ല. എന്തേ മിസ്റ്റർ ആന്റണി പേടിച്ചു പോയോ? ഞാനോ പേടിക്കാനോ? ഇതെന്ത്? ഇത് വെറും ചീള് കേസ്. ഇതിവിടെ பெரிய ரவுடிகளை பார்த்தவன் தாண்டா இந்த கேடியாண்டோ. அந்த எனக்கு பயமா. அப்படியா செல்லோ? ஆமா தங்கம். ஓ, நீ அவ்வளோ വലിയ കേടിയാ? ഉനക്കിതാവത് സന്ദേഹം ഇരിക്കാ? ഏയ്, എനിക്കിനെ പറ്റി ഒരു സന്ദേഹവും ഇല്ല. നീ പേര് കേട്ട കില്ലാടിന്ന് എനിക്ക് നല്ലവേ തെരിയുണ്ട. ഏയ് എന്നടാ കിണ്ടലാ? ഏയ് ചീച്ചി, ഞാൻ നിന്നെ കിണ്ടാനോ? പോടത്തണ്ടി. ആ, എന്തായാലും നിന്നെ കൊണ്ട് ഇപ്പോഴേലും എനിക്കൊരു ഉപകാരം ഉണ്ടായല്ലോ. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. അവൻ്റെ ഒരു വെറുതെ പറച്ചില്. ആ, എന്തായാലും നീ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് ഡീൽ ചെയ്തില്ലേ? പിന്നല്ലാണ്ട് നീ എന്നെ കുറിച്ച് എന്തുവാ കരുതിയേക്കുന്നേ? ഞാൻ ആരാ മോൻ? നീയാ അന്തോണിയല്ലേ? പോടപട്ടി. എന്നിലെ കലാകാരനെ കുത്തി ഉണർത്തി ഞാൻ ജീവൻ കൊടുത്ത് അവിടെ കിടന്ന് അഴിഞ്ഞാടിയിട്ട് വന്നപ്പോ അഴിഞ്ഞാടിയെന്ന? അല്ല, അങ്ങനല്ല. ഇന്നത്തെ എൻ്റെ പെർഫോമൻസിന്റെ കാര്യമാണ് പറഞ്ഞേ. ഓ അങ്ങനെ. യാ അല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിന്നിലെ ഈ കലാകാരനെയല്ലേ ആൻറ്റി അടിച്ചൊടിച്ച് മൂലയിലിട്ടത്? ആമ എന്നാ പറയാനാ, എന്നിലെ നടനെ മുളയിലേ നുള്ളിക്കളഞ്ഞ പരട്ടത്തള്ളയായി പോയടാ എൻ്റെ തള്ള. അതെന്തായാലും നന്നായി. ആ ഒരു കാര്യത്തിൽ എനിക്ക് നിന്റെ മമ്മിയോട് ഇത്തിരി റെസ്പെക്റ്റ് ഉണ്ട് കേട്ടോ ഡാ. എന്തായാലും നീ എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടാക്കി തന്നുകൊണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന എൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്ത് വാരി വിതറുമായിരുന്നടാ, വാരി വിതറുമായിരുന്നു. നീ ഒന്ന് കാണണമായിരുന്നു. ഹാ, ശരിക്കും. എന്നിട്ടും ആ പൊട്ടൻ എങ്ങനെ വിശ്വസിച്ചടാ നീ ഒറിജിനൽ ആണെന്ന്? സമ്മതിക്കണം. ആടാ, എൻ്റെ അഭിനയം കണ്ടിട്ട് ഞാൻ തന്നെ പകച്ചു പോയി. ശോ, റൊമാൻറ്റിഫിക്കേഷൻ ഒക്കെ വന്നായിരുന്നു അന്നേരം. നീ ഒന്ന് കാണണമായിരുന്നു. നന്നായി ഞാൻ കാണാത്തത്. അതെന്താടാ? ഹേ, ഒന്നുമില്ല. ഡാ അന്തോണി, എന്താണ്? താങ്ക്സ് ഡാ. എന്നാത്തിന്? അല്ല, ദേ
നിന്റെ അടുത്ത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, നമുക്കിടയിൽ നോ താങ്ക് യു നോ സോറി. ആ അറിയാം, എന്നാലും ഡാ, നിന്റെ പെണ്ണ് എനിക്കെന്റെ പെങ്ങളാ. അപ്പൊ ഞാൻ അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതിന് നീ എന്തിനാ താങ്ക്സ് പറയുന്നേ? ഓ ആയിക്കോട്ടെ ഞങ്ങളെ, ഞാൻ പറഞ്ഞ സാധനം ഞാൻ തന്നെ തിരിച്ചെടുത്തു പോരെ? അത് മതി. അല്ല, അങ്കിൾ എന്നാ പറയുന്നു? ഏതങ്കിള്? എൻ്റെ അപ്പൻ ആന്റണി അഗസ്റ്റനോ അതോ നിന്റെ അമ്മായിയപ്പൻ മഹിയച്ചനോ? രണ്ടാളും എന്നെ എടുക്കുക. നമ്മുടെ അഗസ്റ്റിച്ചാനാണെ രാവിലെ തന്നെ തോട്ടത്തിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ നിന്റെ മഹിയച്ചൻ മെഡിസിൻ എടുത്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. പുള്ളി അവിടെ ഓക്കെ അല്ലേ? എന്റെ പൊന്നുമിത്തെ, പുള്ളിക്കാരൻ ഇവിടെ ഒരു കുറവും ഇല്ല. അങ്ങേര് ഡബിൾ ഓക്കെയാണ്. പിന്നെ നീയായിട്ട് ഇങ്ങനെ കൂടെ വന്ന് ചോദിച്ച് അങ്ങേർക്ക് കുറവൊന്നും ഉണ്ടാക്കി കൊടുക്കാണ്ടിരുന്നാ മതി. ഡാ, ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ? ഞാൻ വഴിയെ പറയാം. പിന്നെ അവൻ നിന്നെ തിരക്കി നിന്റെ പിന്നാലെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരുന്നോണം. അവൻ പോയിട്ട് അവന്റെ കുഴി കിടക്കണ അപ്പാപ്പം വിചാരിച്ച പോലും എന്റെ രോമത്തിലൊന്നും തൊടാൻ പറ്റത്തില്ല. അപ്പോഴാ നീ എന്തായാലും അത് വിട്ടേരെ. ഇനി അഥവാ എന്തേലും ഉണ്ടായ അത് ഞാൻ ഡീൽ ചെയ്തോളാം. നീ വെറുതെ അതോർത്ത് ടെൻഷൻ ആവാൻ നിൽക്കണ്ട. അതെനിക്കറിയാം. തല്ലിയിട്ട് വരാൻ പറഞ്ഞാ കൊന്നിട്ട് വരണ മുതലല്ലേ നീ. അപ്പൊ അതിൻ്റെതായ ചോരത്തിളപ്പ് കാണിക്കാണ്ടിരിക്കത്തില്ലല്ലോ അല്ലേ? ഓ, ഈ പറയുന്ന ആള് പിന്നെ ഇന്നാ എന്നെ തല്ലിക്കോന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുന്ന ടൈപ്പല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ഒന്നുമില്ല, ഞാൻ കൊന്നേച്ചിങ്ങ് പോരും. നീയോ കൊന്ന് കുഴിച്ചു മൂടിട്ടല്ലേ വരത്തോള്. എന്നിട്ടാ അവൻ ഡാ തെണ്ടി, നിനക്ക് വേണ്ടി കൊല്ലാനല്ല ചാവാനും എനിക്കൊരു മടിയില്ല. അതെനിക്കറിയാം. ഡാ മിത്തെ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കട്ടെ? എന്താടാ? നീ ചോദിക്ക്. ഡാ, നിനക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ? അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് ചോദിച്ചാ അതിന് ഞാൻ എന്ത് മറുപടിയാടാ പറയണ്ടേ? എനിക്ക് അവളെ ഇഷ്ടമാണ് ഒരുപാട്. അതിനത്ര ആഴമുണ്ടെന്ന് എനിക്ക് പോലും തിട്ടമില്ലാത്ത കാര്യമാണ്. കാരണം അവളെ അറിയും തോറും അതിൻ്റെ ആഴവും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒന്നറിയാം, അവളെൻ്റെ ലൈഫാണ്. ഒന്നിനു വേണ്ടിയിട്ട് അവളെ വിട്ട് പോവാനും കഴിയില്ല, വിട്ട് കൊടുക്കാനും കഴിയില്ല. ശരിക്കും പറഞ്ഞാൽ നിന്റെ ഇങ്ങനൊരു സൈഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. എനിക്ക് അതിശയം തോന്നുക. അവൻ കാരണം അവളുടെ കണ്ണൊന്നും നിറഞ്ഞപ്പോ നീ ഇതുപോലൊരു 8ന്റെ പണി അവന് കൊടുത്തിട്ടുണ്ടേ. അവൻ അവളെ തൊട്ടാ കൊല്ലും ഞാൻ. അത് താന്നതയ്ക്ക് വറക്കാത്തവനെ.